മിക്കവാറും സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ അവരവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക. ഞാനും അതിലൊട്ടും വ്യത്യസ്തമല്ല. പിന്നെ പറ്റുന്ന പോലൊക്കെ ഞാൻ പഴയ ക്ലോത്ത്സൊക്കെ റീയൂസും ചെയ്യാറുണ്ട്. അപ്പം മോളുടെ ഈ ഒരു ഫ്രോക്ക് അധികം നാളായിട്ട് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. അപ്പോഴാണ് എനിക്കൊരു വെള്ള ബ്ലൗസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇതിൻ്റെ ഈ ഒരു ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഓപ്പണും പിന്നെ നെക്ക് ഹൈ നെക്കും ആയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അധികം പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിലെ ആ ഒരു സെൻറ്റർ പോയിന്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബസ് പോയിന്റിൻ്റെ ആ ഭാഗത്തുനിന്ന് താഴേക്ക് ചെറിയ 2 ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള തുണി വെച്ചിട്ട് എത്രത്തോളം ടക്ക് കിട്ടുമോ ആ ഒരു വലുപ്പത്തിലായിരുന്നു ഞാൻ ഈ ഒരു ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നീളവും കുറച്ചൊരു കുറവുണ്ടായിരുന്നു. പിന്നെ താഴ്ഭാഗം ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് താഴെ ഞാനിങ്ങനെ ഈ ഫ്രോക്കിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു അഡീഷണൽ ബാൻഡും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹൈനെക്ക് ബ്ലൗസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഇടുന്ന സമയത്ത് ഞാനിതിനെ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രണ്ടിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു പ്രിൻസസ് കട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് നെക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്രണ്ടിൽ സ്ക്വയർ നെക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ മുന്നേ അതിലുണ്ടായിരുന്ന ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൂടി ഒരു റിച്ച് ലുക്ക് ആക്കാമെന്നൊക്കെ വിചാരിച്ച് ഈ ലേസിൽ നിന്ന് കുറച്ച് ഫ്ലോറൽ ബട്ടണൊക്കെ ഇളക്കി എടുത്തിട്ട് ഈ ബട്ടണൊക്കെ റിമൂവ് ചെയ്തിട്ട് പകരം ഞാൻ ഈ ഒരു ഫ്ലോറൽ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ആ ബട്ടൺ ഹോൾ വരുന്ന ഭാഗം അടിയിലാക്കിയിട്ട് അവിടെ ഹൂക്കും ലൂപ്പും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ ഷോ ബട്ടൺ ആക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഒന്നുകൂടി മോഡൽ മാറ്റാൻ തോന്നിയില്ലെങ്കിൽ ബ്ലൗസ് ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ വേറെ മോഡലിലായിട്ട് കാണാം.